ശുഭദിനം പ്രിയപ്പെട്ടവരെ. ഗുരുവായൂരപ്പൻ്റെ കൃപ നിറഞ്ഞ ഇന്നത്തെ ഈ പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ കാർഡുകളിലൂടെ ഭഗവാൻ നമ്മെ എന്ത് ആത്മീയ സന്ദേശമാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യ കാർഡ് 10 ഓഫ് സോർട്സ്, അടുത്തത് 8 ഓഫ് സോർട്സ്. ആദ്യ കാർഡായ 10 ഓഫ് സോർട്സിലൂടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഠിനമായ അധ്യായം അവസാനിക്കുകയാണ് എന്നതാണ്. ഒരുപാട് വേദനകളും നിരാശകളും ചിലപ്പോൾ വിശ്വസിച്ചവരിൽ നിന്നുള്ള മുറിവുകളുമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാകാം നിങ്ങൾ. ഇനിയൊന്നും ശരിയാകില്ല എന്ന ചിന്തയും ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയതുപോലെയോ നിയന്ത്രിക്കപ്പെട്ടതുപോലെയോ തോന്നിയേക്കാം. എന്നാൽ ഈ കാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുട്ടിനപ്പുറം ഉദിക്കുന്ന സൂര്യനാണ്. അതിൻ്റെ അർത്ഥം ഒരവസാനത്തോടൊപ്പം ഒരു പുതിയ തുടക്കവും വരുന്നു എന്നതാണ്. കഴിഞ്ഞ വേദനകളെ പിടിച്ചു നിൽക്കാതെ അവയെ വിട്ടയക്കാൻ ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കാർഡ് 8 ഓഫ് സോർട്സ്. ആദ്യ കാർഡ് അവസാനത്തെ സൂചിപ്പിച്ചെങ്കിൽ രണ്ടാമത്തെ കാർഡ് പറയുന്നത് ആ അവസാനത്തിനു ശേഷം പോലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് നിങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളും ആകാമെന്നതാണ്. ഈ കാർഡിലെ സ്ത്രീ ചുറ്റും വാളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവൾക്ക് പുറത്തോട്ട് പോകാൻ ഒരു വഴി ഇപ്പോഴുമുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അവസരങ്ങളുണ്ടെങ്കിലും എനിക്ക് കഴിയില്ല എന്ന ചിന്ത നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ടാകാം. ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക എന്നതാണ്. പഴയ വേദന അവസാനിച്ചു, ഇനി പുതിയ തുടക്കത്തെ സ്വീകരിക്കാനുള്ള സമയമാണ്. ഇവിടെ ആദ്യം ഒരു വേദനയുടെ അധ്യായം അവസാനിക്കുന്നു. അതിനുശേഷം ആ വേദനയുടെ ഓർമ്മകൾ സൃഷ്ടിച്ച ഭയത്തിൽ നിന്ന് നിങ്ങൾ സ്വയം മോചിതരാവണമെന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നു. അതിനാൽ കഴിഞ്ഞതിനെ വിട്ടുകൊടുത്ത് വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും പുതിയ വഴിയിലേക്ക് മുന്നേറുക. ഇന്നത്തെ ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുവെങ്കിൽ ഹരി ഓം എന്ന് കമൻറ്റിൽ എഴുതൂ. ഗുരുവായൂരപ്പൻ്റെ കൃപ നിങ്ങളുടെ ഓരോ ചുവടിനും ശക്തിയും സമാധാനവും നൽകട്ടെ. താങ്ക് യു.